ഇത് അതായത് ഈ PCOD ഉള്ള പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് അവർക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കിടക്കണം. നമ്മൾ രണ്ട് കൈയും ബാക്കിൽ കൈ പത്തി വെച്ചിട്ട് വേണം സപ്പോർട്ട് ചെയ്യാൻ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഒരു പൊസിഷൻ. ഇങ്ങനെ കൂടി നോക്കണം, അത് ഭയങ്കര എഫക്റ്റീവാണ്. ഇങ്ങനെ നോക്കണം. ഹായ്, നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ യോഗയുടെ ഒരു കാര്യം എങ്ങനെയായിരിക്കും, എൻ്റെ യോഗ റുട്ടീൻ എങ്ങനെയാണ്, ഞാൻ എന്തൊക്കെ യോഗ ആസൻസ് ആണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര യോഗ ചെയ്ത് എൻ്റെ ബോഡി ഭയങ്കര ടോൺ ചെയ്ത് വയ്ക്കുന്ന ഒരാളാണ്. അങ്ങനെയല്ല, ഞാൻ യോഗയുടെ കാര്യത്തിൽ ഒരു ബിഗിനറാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് ചെയ്യാൻ പറ്റുന്ന യോഗ എന്തൊക്കെയാണ്, കുറച്ച് ചെറിയ ചെറിയ യോഗാസൻസും സൂര്യ നമസ്കാരവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് നേരം, ഒരു ഹാഫ് ആൻ അവർ യോഗ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ യോഗയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര മടി തോന്നുന്ന ഒരു കാര്യമാണ് ഈ യോഗ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ മെനക്കെട്ട പണിയാണല്ലോ. അപ്പോൾ പക്ഷെ സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ യോഗ ചെയ്യുകയെന്ന് വിചാരിക്കുക, ശരിക്കും നല്ല മാറ്റം ഉണ്ടാവും. പക്ഷെ നമ്മൾ പലപ്പോഴും ഇന്നിപ്പോൾ കണ്ടോ, ഇന്ന് മഴയാണ്, പുറത്ത് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും, ഭയങ്കര മഴയാണ്. അപ്പോൾ മഴ വരുമ്പോൾ ഞാൻ വിചാരിക്കും ഇന്ന് യോഗ ചെയ്യണ്ട എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ ഓരോ ദിവസം നമ്മൾ നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വണ്ണം വെച്ച് വരും. അപ്പോൾ എനിക്കും അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയ സമയത്ത് കുറച്ചധികം വണ്ണമൊക്കെ വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ യോഗ വീണ്ടും, നേരത്തെ ഉണ്ടായിരുന്ന യോഗ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട്, പെട്ടെന്ന് ബിഗിനറായിട്ടുള്ള ആൾക്കാർക്കും ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് യോഗ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്നതിൽ തെറ്റുകളൊക്കെ ഉണ്ടാവും, അതും ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ വേറെ വീഡിയോസ് റെഫറൻസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന യോഗയായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ കൂടെയുള്ള യോഗ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യാണ്. സോ വെൽക്കം ടു മൈ യോഗ ക്ലാസ് ആൻഡ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു. അപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ട് വരാട്ടോ, കാരണം യോഗ ചെയ്യുമ്പോൾ കുറച്ച് ഒന്ന് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നാവും. അപ്പോൾ ഞാൻ ഒന്ന് പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് യോഗ തുടങ്ങാം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മഴയുള്ള മടിയുള്ള ദിവസമാണ്. അപ്പുറത്തെ വീട്ടിലെല്ലാവരും ഉറങ്ങുകയെന്നാണ് തോന്നുന്നത്. ആരും എണീറ്റിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഇതേപോലെ ആരും എക്സസൈസ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. ഈ എന്താ പറയുക, യോഗയുടെ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, അതിന് പവർ യോഗ എന്നും കൂടി ഒരു പേരുണ്ട് കേട്ടോ. പവർ യോഗയിൽ കുറച്ച് പവർ യോഗ ആസൻസും പിന്നെ സൂര്യ നമസ്കാരവും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇത് അതായത് ഈ PCOD ഉള്ള പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് അവർക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ എന്നെപ്പോലെ ആവരുത്, കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ആണ്ടിലും സംക്രാന്തിക്കും ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു റിസൾട്ടും കിട്ടില്ല. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ യോഗ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ദേഹമൊക്കെ അനങ്ങുമോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആ പോസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ യോഗ ചെയ്യുമ്പോൾ എപ്പോഴും ഭയങ്കര ക്ലീൻ പോസ്റ്റേഴ്സ് ആയിരിക്കും കിട്ടേണ്ടത്. പക്ഷെ അത് കിട്ടുമെന്നുള്ളത് അറിയില്ല. പക്ഷെ ട്രൈ ചെയ്യാം. പഴയ ഒരു മാസത്തിന് ശേഷം ഞാൻ പൊടി തട്ടിയെടുക്കുന്നത് നിങ്ങളുടെ മുന്നിൽ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ തുടങ്ങാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട്, എപ്പോഴും തുടങ്ങേണ്ടത് അങ്ങനെയാണ്. ഇനി ആദ്യത്തെ ഒരു നോർമൽ എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠാസൻ എന്നാണ് ഇതിന് പറയുക. ഉത്കണ്ഠാസൻ കേട്ടോ, ഉത്കണ്ഠാസൻ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു കാല് കുറച്ചൊരു വൈഡാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് കൈ രണ്ടും ഇങ്ങനെ ഒന്ന് സ്റ്റഡി ആക്കി വെച്ചിട്ട് നമ്മളൊരു ഹാഫ് സിറ്റിംഗ് പൊസിഷനിലേക്ക് പോകണം. ഞാനിപ്പോൾ കൗണ്ട് ചെയ്യാണ്. നിങ്ങൾ കൗണ്ട് ചെയ്യാതെ നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യുമ്പോൾ. അതായത് താഴേക്ക് പോകുമ്പോൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ആദ്യമേ സ്ലോ ആയിട്ട് ചെയ്തിട്ട് പിന്നെ സ്പീഡിൽ ചെയ്യണം. അപ്പോൾ ഇതാ ഇങ്ങനെ വരും.
നമ്മളൊരു 20 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. 20 പ്രാവശ്യം സ്ലോ ആയിട്ട്, ഒരു 6-7 പ്രാവശ്യം സ്ലോ ആയിട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടുള്ള കൗണ്ട് സ്പീഡിൽ ചെയ്യണം. അങ്ങനെ ഒരു 20 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലുകൾക്കും അതുപോലെ നമ്മുടെ അബ്ഡോമൻ ഭാഗത്തിനൊക്കെ നല്ല റിസൾട്ട് കിട്ടും ഇത് ചെയ്ത് കഴിയുമ്പോൾ. കാരണം നമ്മൾ അത്രയും ഇരുന്ന് എഴുന്നേറ്റിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ PCODയുടെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന അറിയാമല്ലോ. സോ അതിൻ്റെ ആ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് ഇത് നല്ല ഈസിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ 10 പ്രാവശ്യം ചെയ്ത് 20 പ്രാവശ്യമാക്കി, 25 പ്രാവശ്യമാക്കി, 30, അങ്ങനെ നമ്മുടെ കൗണ്ട് നമ്മുടെ സ്റ്റാമിന അനുസരിച്ച് നമുക്ക് കൂട്ടിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തത് 10 പ്രാവശ്യമാണല്ലോ. പക്ഷെ 10 പ്രാവശ്യം നമ്മൾ നിർത്തരുത്, നമ്മൾ 20 പ്രാവശ്യം ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇനി അടുത്തത്, ഇത് 20 പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഡൗൺ പൊസിഷനിലേക്ക് ഇങ്ങനെ വരണം. അപ്പോൾ അതായത് ഒരു എന്താ പറയുക, പർവ്വതാസൻ എന്നാണ് ഇതിൻ്റെ പറയുക, ഈ ഒരു പോസ്ചറിന്. അങ്ങനെ നമ്മളൊരു പർവ്വതാസനിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ കാല് ആദ്യം നമുക്ക് റൈറ്റ് ലെഗിൽ തുടങ്ങാം. റൈറ്റ് ലെഗ് ഇങ്ങനെ ഈ പവർ യോഗയിൽ വരുന്ന വേറൊരു കാര്യമാണ്. അതായത് നമ്മൾ ആദ്യം പർവ്വതാസനം നിന്നല്ലോ, ഇനി അതിനേക്കാളും സെമി ആയിട്ട്, അതായത് സ്റ്റാൻഡിങ്ങിൽ ലെഗ് റേസ്, ഓരോ കാലും റൈറ്റും 10 പ്രാവശ്യം ലെഫ്റ്റും 10 പ്രാവശ്യം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ തന്നെ ബ്രീത്ത് ഇൻ ചെയ്ത് നമ്മൾ പതുക്കെ നമ്മുടെ ബോഡി ബെൻഡ് ചെയ്യണം. ബെൻഡ് ചെയ്യുമ്പോൾ മുട്ട് മടങ്ങാതെ ബെൻഡ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ നാൾ ഇങ്ങനെ ആണ്ടിലും കൊല്ലത്തിലും യോഗ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കുറച്ച് മുട്ട് മടങ്ങും, അത് നിങ്ങൾ ക്ഷമിക്കണം. പക്ഷെ നമുക്ക് സമയമുണ്ട്, നമ്മളിത് യോഗ എന്ന് പറയുന്ന ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാനുള്ളതല്ല, സമയം എടുത്ത് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കുറച്ച് മുട്ട് മടങ്ങിയാലും നിങ്ങൾ കാര്യമാക്കേണ്ട, എൻ്റെ മുട്ട് മടങ്ങുന്നുണ്ട്. അപ്പോൾ ടീച്ചർക്കാവെങ്കിൽ ഗുരുവിനാവെങ്കിൽ ശിഷ്യർക്ക് എന്തും ആവാമല്ലോ. അപ്പോൾ കുറച്ച് മുട്ടിങ്ങനെ മടങ്ങും. പക്ഷെ നമ്മൾ പയ്യെ മുട്ട് മടക്കാണ്ട് ചെയ്യും. അപ്പോൾ ഇത്രയും ബെൻഡാവണം. എന്താ ഈ 2 കൈയും ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യണം. ശരിക്കും ഇവിടെയാണ് ടച്ച് ചെയ്യേണ്ടത്, പക്ഷേ നമ്മളിപ്പോൾ ബിഗിനേഴ്സ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ടച്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ നമ്മുടെ കാല് റൈറ്റ് ലെഗ് ആദ്യം മുകളിലേക്ക് ഇങ്ങനെ റേസ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ വന്ന് നേരെയാവും. അങ്ങനെ വലത്തെ കാല് മാത്രം 10 പ്രാവശ്യം ചെയ്യണം. ഇനി ഇടത്തെ കാലം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ബ്രീത്ത് ഇൻ, ഡൗൺ. ഞാനിവിടെ മുട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നിട്ട് പതുക്കെ നമ്മൾ ലെഫ്റ്റ് ലെഗ് റേസ് ചെയ്യാം. അഗെയിൻ ക്ലോസ്, ദെൻ സ്ട്രെയിറ്റ്. അപ്പോൾ ഈ സംഭവം നമ്മൾ വലത്തെ കാല് 10ഉം ഇടത്തെ കാല് 10ഉമായിട്ട് അങ്ങനെ നമ്മൾ ഈച്ച് ലെഗ് 10 ടൈംസ് ചെയ്യണം. അതും നമ്മളിങ്ങനെ കൂട്ടി കൊണ്ടുവരണം. ആൻഡ് നമ്മുടെ പോസ്റ്റേഴ്സ് കുറച്ചും കൂടി കറക്റ്റ് ആക്കണം. അപ്പോൾ ഇതാണ് 3ാമത്തെ പവർ യോഗാസന. ഇനി നമുക്ക് വേറെ ചക്രാസന ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ സൂര്യ നമസ്കാരത്തിലേക്ക് പോകാം കേട്ടോ. ഓക്കെ. അപ്പോൾ സെക്കൻഡ് പവർ യോഗയിൽ നമ്മൾ പർവ്വതാസനത്തിൻ്റെ പോസ്റ്ററിലേക്ക് വരികയാണ്. സോ ഇതാണ് നമ്മുടെ പർവ്വതാസനം. അതിലേക്ക് നമ്മളിങ്ങനെ നിന്നിട്ട് നമ്മുടെ തല മുഴുവനുമായിട്ട് താഴത്തേക്ക് ഇങ്ങനെ നിൽക്കണം. അങ്ങനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് നിൽക്കണം. അങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റൈറ്റ് ലെഗ് വീണ്ടും ഇങ്ങനെ പൊക്കണം. എത്രയാണ് റേസ് ചെയ്യാൻ പറ്റുക അത്രയും റേസ് ചെയ്യുക കേട്ടോ. റേസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് അവിടെ നിൽക്കണം. എന്നിട്ട് നമ്മൾ പതുക്കെ അതിങ്ങനെ മുമ്പിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഷോൾഡേഴ്സും സ്വിങ് ചെയ്യണം കേട്ടോ. ഷോൾഡർ ഒരിക്കലും ലോക്ക് ചെയ്യരുത്, കൈക്ക് പ്രശ്നം വരും. ഷോൾഡർ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ വീണ്ടും റേസ് ചെയ്തു, അഗെയിൻ ലോക്ക് ചെയ്തു, അങ്ങനെ.
10 പ്രാവശ്യം വലത്തെ കാല് ചെയ്യണം, പിന്നെ 10 പ്രാവശ്യം ഇടത്തെ കാല് ചെയ്യണം. മീൻകാരൻ ചേട്ടൻ്റെ സൗണ്ട്. അപ്പോൾ ഇന്ന് മീൻ മേടിക്കുമായിരിക്കും വീട്ടിൽ. അതുപോലെ ഇനി അടുത്തത് ഇടത്തെ കാലം ഇങ്ങനെ ചെയ്യേണ്ടത്. സെയിം ഇതേ തന്നെ ആട്ടോ ചെയ്യേണ്ടത്. അതും നമ്മൾ ഇതേപോലെ നിന്നിട്ട് ഇതാ ലെഫ്റ്റ് ലെഗ് അഗെയിൻ ഫ്രണ്ടിലേക്ക് സ്വിങ് ചെയ്യണം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കാം. പക്ഷേ അത് തുടക്കത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെടലി ഉളുക്കും. അതുകൊണ്ട് തുടക്കത്തിൽ ചെയ്യാൻ ട്രൈ ചെയ്യരുത്. കുറച്ച് മാസങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ പതുക്കെ ഇങ്ങനെയും കൂടി നോക്കണം. അത് ഭയങ്കര എഫക്റ്റീവാണ്. ഞാൻ അത് ചെയ്യാറില്ല. ഇങ്ങനെ നോക്കണം. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അത് നമ്മുടെ അതായത് നമ്മൾ ശ്വാസം കൂടി കൺട്രോൾ ചെയ്യാണല്ലോ. അപ്പോൾ അത് നമ്മുടെ ലങ്സിനൊക്കെ നല്ലതാണ്. ആൻഡ് അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക എഫേർട്ട് നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഫാറ്റ് ബേൺ ചെയ്യും. അപ്പോൾ അതാണ് പിന്നെ ചെയ്യാം കേട്ടോ. ഒരു 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തു, സ്വിങ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വന്നു, അഗെയിൻ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അപ്പോൾ ഇതാണ് പർവ്വതാസനത്തിൽ നിന്നുകൊണ്ടുള്ള പവർ യോഗ ചെയ്യേണ്ട കാര്യം. ഇനി അടുത്തത്. അപ്പോൾ ഇനി നമുക്ക് സൂര്യനമസ്കാരമാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു യോഗാസനം. അത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും ഫുൾ ബോഡിക്കുള്ളതാണ് സൂര്യനമസ്കാരം. അപ്പോൾ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാലിങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഇതേപോലെ നിൽക്കണം. അഗെയിൻ നമ്മൾ ഈ ഒരു പ്ലാങ്ക് പൊസിഷനിലേക്ക് വരണം. ദെൻ പർവ്വതാസനം, ദെൻ നന്നായിട്ട് ഇങ്ങനെ കിടക്കണം. അഗെയിൻ ഭുജംഗാസനം, ഈ കാല് 2 കൈയുടെ ഇടയിൽ വേണം ഇങ്ങനെ അത്രയും ഫ്രണ്ടിലേക്ക് വരണം. വന്നു, അതിലേക്ക് അടുത്ത ലെഗും വന്നു, സ്ട്രെയിറ്റ്. അപ്പോൾ ഇതാണ് സൂര്യ നമസ്കാരം ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇത് നമ്മൾ ആദ്യം 5, പിന്നെ 10, പിന്നെ 15, പിന്നെ 20 അങ്ങനെ 108 പ്രാവശ്യം വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 10 പ്രാവശ്യം, അതായത് 5 പ്രാവശ്യം വലത് കാലും 5 പ്രാവശ്യം ഇടത്തെ കാലും വെച്ചിട്ട് 10 പ്രാവശ്യമാണ് നമുക്ക് ചെയ്യേണ്ടത്. ആൻഡ് ഇത് സ്ലോ ആയിട്ട് ചെയ്യരുത്. സൂര്യ നമസ്കാരത്തിൻ്റെ പവർ യോഗയിൽ ചെയ്യുമ്പോൾ സ്ലോ ആയിട്ട് ചെയ്തതിനേക്കാളും സ്പീഡിൽ ചെയ്യണം. അപ്പോഴാണ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. സ്ലോ ആയിട്ടും ചെയ്യുന്നവരുണ്ട്. ഞാൻ പവർ യോഗയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ സ്പീഡായിട്ട് ചെയ്യണം. അപ്പോൾ സ്പീഡിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു നോർമൽ സ്പീഡ്. ഇതിനേക്കാളും സ്പീഡായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എൻ്റെ യോഗ ടീച്ചറൊക്കെ ഇതിനേക്കാളും സ്പീഡായിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ കണ്ണഴിച്ച് തുടങ്ങുമ്പോഴേക്കും ഇത്രയും സാധനങ്ങൾ ചെയ്ത് കഴിയും. അപ്പോൾ പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറയുന്നത് നമ്മൾ ആദ്യം സ്ലോ ആയിട്ട് തുടങ്ങുക, പിന്നെ സ്പീഡായിട്ട് തുടങ്ങുക, ഒരു നോർമൽ സ്പീഡിൽ പിടിക്കുക. അപ്പോൾ 10 പ്രാവശ്യം വലത് വശം, 10 പ്രാവശ്യം ഇടത് വശം. റെഡി? നമ്മൾ ഇനി ഒരു ചക്രാസനം എന്ന് പറഞ്ഞൊരു ഇത് ചെയ്യാൻ പോകണം. ഇത് ശരിക്കും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ബോണും ഒക്കെ ഭയങ്കര സ്ട്രെങ്തൻ ആക്കാൻ പറ്റും. ആൻഡ് ഇത് യോഗയുടെ ആചാര്യന്മാർ പറയുന്നത് ചക്രാസനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് യുവത്വം നിലനിർത്താനായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു യോഗാസനമാണ് ചക്രാസനം എന്നാണ് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് ഇത്ര സമയം 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റിൽ അത് ഹോൾഡ് ചെയ്ത് അങ്ങനെ വരുമ്പോഴാണ് ഈ യുവത്വം കിട്ടുള്ളൂ. നിങ്ങൾ ചാടിക്കയറി നിങ്ങൾക്ക് നാളെ തന്നെ യുവത്വം വേണമെന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ് നിന്ന് കഴിഞ്ഞാൽ യുവത്വം പോയിട്ട് ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് 1 മിനിറ്റ് ഹോൾഡ് ചെയ്യാറില്ല. ചിലപ്പോൾ ഒരു 20 സെക്കൻഡ്സ് 30 സെക്കൻഡ്സ് ഒക്കെയാണ് ഹോൾഡ് ചെയ്യാറ്. അപ്പോൾ അതാ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കിടക്കണം. ഇങ്ങനെ കിടന്ന് നമ്മൾ നമ്മുടെ കാല് രണ്ടും ഇങ്ങനെ വെക്കും. മുടി കെട്ടരുത് കേട്ടോ, അത് ആസനയിലുള്ളതല്ല, ഞാനിപ്പോൾ എളുപ്പത്തിനാണ് ചെയ്തത്. ഓക്കെ. അപ്പം നമ്മൾ കാലിങ്ങനെ വെച്ചു. ഇനി നമ്മൾ നമ്മുടെ 2 കൈയും ബാക്കിൽ ഈ ഇത് വെച്ചിട്ട് നമ്മുടെ കൈ പത്തി വെച്ചിട്ട് വേണം സപ്പോർട്ട് ചെയ്യാൻ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഒരു പൊസിഷൻ. കുറെ കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിൽക്കണം.
അപ്പോൾ അത് ഹോൾഡ് ചെയ്ത് 1 മിനിറ്റ് നിൽക്കണം. 1 മിനിറ്റും 2 മിനിറ്റും 3 മിനിറ്റും ഒക്കെ നിൽക്കാം. പിന്നെ ആദ്യം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ആദ്യം ഫുൾ പാദം വെച്ചിട്ട് തന്നെ ഹോൾഡ് ചെയ്യണം. പിന്നെ നമ്മൾ കുറേ കഴിയുമ്പോൾ നമുക്കത് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും എന്ന് അറിയുമ്പോഴാണ് മറ്റേ ടോ വെച്ചിട്ട് നിർത്തേണ്ടത്. ടോ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവ്. ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞാലാണ്, ഇത് 1 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് യുവത്വം എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ശില്പ ഷെട്ടിയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആസനാണ് ചക്രാസൻ. അത് നമുക്ക് അവർ കാണിച്ചു തരുന്നുണ്ട്, വെറുതെ ഡയലോഗ് അല്ല എന്നുള്ളത് അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം യുവത്വം ആഗ്രഹിക്കുന്ന എല്ലാവരും ചക്രാസനം, അറ്റ്ലീസ്റ്റ് വേറെ ഒരു യോഗാസനം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചക്രാസനം പ്രാക്ടീസ് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ അതാണ് ചക്രാസനം. അത് നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ഒരു 10 പ്രാവശ്യം ചെയ്യാം. 10 പ്രാവശ്യം 1 മിനിറ്റ്, ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും 1 മിനിറ്റ് ഹോൾഡ് ചെയ്യുക, അങ്ങനെ 10 പ്രാവശ്യം. ഇനിയാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസനമാണ് നമ്മുടെ യോഗയിൽ. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ആൻഡ് ഇത് ചെയ്യുന്നതിൻ്റെ നമ്മൾ ചില സമയം നമുക്ക് തോന്നും, അടുത്ത നമ്മൾ ഇതാണല്ലോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു സന്തോഷമൊക്കെ വരും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ആസനമാണ് ശവാസൻ. ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് കാലൊക്കെ നീട്ടി കൈയൊക്കെ നീട്ടി നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് കിടക്കുക. എന്ത് സുഖമല്ലേ. ആഹാ, ശരിക്കും ശരിക്കും നമ്മുടെ യോഗ ക്ലാസ്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ ശവാസനം ചെയ്തിട്ട് എല്ലാവരും ഉറങ്ങിപ്പോവും. പിന്നെ സാറ് വന്നിട്ട് വേണം എല്ലാവരും എഴുന്നേൽപ്പിക്കാൻ. പിന്നെ അവർ പറയൂ കേട്ടോ, കാരണം നമ്മുടെ ബോഡി അത് ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. പിന്നെ നമുക്ക് വേറെ പല കാര്യങ്ങളും, അതായത് ആഫ്റ്റർ യോഗ നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പത്മാസനത്തിൽ ഒന്നിരുന്നിട്ട് നമുക്ക് ഒരു മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല നമുക്കത് ഇങ്ങനെയൊക്കെ ചെയ്യാം, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യണം ഇങ്ങനെ ചെയ്തിട്ട്. ഇത് നമ്മുടെ വയറ് കുറയാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതേപോലെ വേറെ ഒരെണ്ണമുണ്ട്, അത് നമ്മളെല്ലാവരും ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PCOD ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം, ബട്ടർഫ്ലൈ. ഇത് ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്നൊരു പോസ്ചറാണ്. ഇങ്ങനെ ജസ്റ്റ് നമ്മൾ കാലിങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനൊരു പോസ്ചറിൽ നമുക്ക് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അതായത് അവരുടെ ബ്രെയിനിനും അവരുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു ഇരുത്തം വളരെയധികം സഹായിക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഇരിക്കാൻ പറ്റാറില്ല. ഈ 2 മുട്ടുകളും ഇങ്ങനെ ഈക്വലായിട്ട് വെച്ചിട്ട് ഉപ്പൂറ്റിയിലാണ് കേട്ടോ. ഉപ്പൂറ്റിയിൽ നമ്മളിങ്ങനെ എത്ര സമയം ഇരിക്കാൻ പറ്റുമോ അത്ര സമയം ഇങ്ങനെ ഇരിക്കാം. ഇരുന്ന് മൊബൈൽ നോക്കാം, വായിക്കാം, ഭക്ഷണം കഴിക്കരുത്, TV കാണാം, എല്ലാം ചെയ്യാം. ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അതെല്ലാം നല്ലതാണ്. അപ്പം യോഗയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഒറ്റൊരു സമയം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നതല്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചത് ഞാൻ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള യോഗാസൻസാണ് ഞാൻ കാണിച്ചെന്നാൽ അതിൽ പവർ യോഗയുടെ കുറച്ച് സാധനങ്ങൾ ആദ്യം കാണിച്ചു. പിന്നെ ചക്രാസൻ കാണിച്ചു ഫോർ യുവത്വം. അതേപോലെ ഒരുപാടുണ്ട് കേട്ടോ, സൗന്ദര്യം വെക്കാനൊക്കെ ഉള്ള യോഗാസൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഞാൻ തന്നെ പഠിച്ച് വരട്ടെ, ഞാൻ പഠിച്ച് വന്ന് ഞാൻ സുന്ദരി ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ സൂര്യ നമസ്കാരം എന്തായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മൾ അതിനൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ബോഡിക്കുള്ളൊരു എക്സസൈസാണ്. ആൻഡ് അടിപൊളിയാണ്. സൗന്ദര്യം, യുവത്വം, ആരോഗ്യം, അങ്ങനെ ഭയങ്കര എല്ലാ ഹെൽത്ത് ഇഷ്യൂസും മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് സൂര്യ നമസ്കാരം. പക്ഷേ 10 പ്രാവശ്യം ചെയ്താൽ പോരാ, 50, 100, 200 അങ്ങനെയൊക്കെ ചെയ്താലാണ് ഗുണമുള്ളൂ. അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദി. അടുത്ത ഞാനും ഒരു വിദഗ്ധയായ യോഗ ടീച്ചറായിട്ട് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ യോഗയ്ക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ നല്ല ആൾക്കാരുടെ വീഡിയോസ് നോക്കി റെഫറൻസ് എടുക്കണം. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട്, ഒരു തുടക്കക്കാരിയായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് എൻ്റെ ഒരു അറിയുന്നൊരു കാര്യം. അപ്പോൾ നമുക്ക് 2 പേർക്കും, നമുക്ക് 2 കൂട്ടുകാർക്കും വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശസ്തരായ യോഗ ആൾക്കാരുടെ കണ്ടിട്ട് നമുക്ക് പഠിക്കാം. പക്ഷേ ഏകദേശം ഒരു ഐഡിയ ഞാൻ കറക്റ്റായിട്ടാണോ ചെയ്തത്. ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ബാക്കി നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ കൂടെയുള്ള യോഗ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം, സുഖമായിട്ടിരിക്കണം ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കണം. ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് വർക്കൗട്ട് ചെയ്യണം. യോഗയോ വർക്കൗട്ടോ എന്തെങ്കിലും സാധനങ്ങൾ നടക്കാൻ പോവുക എന്തെങ്കിലും നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് പ്രോബ്ലത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ബി ഹെൽത്തി, ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി. താങ്ക് യു.